നമസ്തേ, सबको स्वागत. ഇപ്പോൾ നമ്മൾ ലെറ്റർ റൈറ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ലെറ്റർ കഴിഞ്ഞു, അതുപോലെ ക്രയാദേശ് പത്ര, ഓർഡർ ലെറ്റർ, ആവേദൻ പത്ര, അപ്ലിക്കേഷൻ ലെറ്റർ, ലാസ്റ്റ് നമ്മൾ ശിക്കായത്തി പത്ര, കംപ്ലയിൻറ്റ് ലെറ്റർ കഴിഞ്ഞു. അതോടുകൂടെ തന്നെ നമ്മൾ ബാങ്കിങ് ലെറ്റർ, ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റർ, ബാങ്ക് സംബന്ധി പത്ര, ലെറ്റേഴ്സ് റിഗാർഡിങ് ബാങ്കിങ്, ഇതിൻ്റെ എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് നമ്മൾ മൂന്നെണ്ണം വെച്ച് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് ലെറ്ററിൽ വരുന്നത് ലെറ്റേഴ്സ് റിഗാർഡിങ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കത്തുകളാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ബീമാ സംബന്ധി പത്ര, പേജ് നമ്പർ 54, 54ാമത്തെ പേജിലാണ്. ബീമാ സംബന്ധി പത്ര, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലെറ്ററാണ്. ജീവൻ ബീമാ കി രക്കം മാംഗനെ കാ പത്ര. അപ്പോൾ അതിൽ നമ്മൾ പ്ലേസ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ജീവൻ ബീമാക്ക് രക്കം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പോളിസിയുടെ കാലാവധി തീർന്നു, ആ എമൗണ്ട് കിട്ടാനുള്ള ഒരു അപേക്ഷയാണ്. ജീവൻ ബീമാക്ക് രക്കം മാംഗനേക്ക പത്ര, ലൈഫ് ഇൻഷുറൻസിൻ്റെ തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. ഇവിടെ പ്ലേസ് ഉണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആരുടെ പേർക്കാണ് ലെറ്റർ എഴുതുന്നത് നോക്കാം. സേവാമേ, ശ്രീ ഡിവിഷണൽ മാനേജർ, ഭാരതീയ ജീവൻ ബീമാ നിഗം, കാലിക്കറ്റ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ, കാലിക്കറ്റ് കോഴിക്കോട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഡിവിഷണൽ മാനേജറുടെ പേർക്കാണ് തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ എഴുതുന്നത്. ഞാൻ വിഷയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പോളിസി സംഖ്യ 342112 ശ്രീ സുന്ദർദാസ് കെ ജീവൻ പോളിസിക്ക് സംബന്ധമേ. സുന്ദർദാസ് എന്ന ആളുടെ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വിഷയം. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സംബോധനയാണ്. പ്രിയ മഹോദയ്, मैंने 4 मार्च 1986 को अपने जीवन के संबंध में 1 लाख रुपये का बीमा करवाया था. അപ്പോൾ അദ്ദേഹം എഴുതാണ് 1986 മാർച്ച് 4-ാം തീയതി ഇൻഷുറൻസ് പോളിസി 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. മേരി ബീമാ പോളിസിക്ക് സംഖ്യ 187615 है. എൻ്റെ ഇൻഷുറൻസ് പോളിസിയുടെ നമ്പർ താഴെ പറയുന്നതാണ്. 187615 എന്നുള്ളതാണ് ഇൻഷുറൻസ് പോളിസി നമ്പർ. പോളിസിക്ക് അവധി 4 मार्च 2011 को पूरी हो चुकी है. ഇപ്പോൾ പറയണേ 2011 മാർച്ച് 4-ന് പോളിസി കാലാവധി തീർന്നു. അതായത് 25 വർഷത്തെ പോളിസി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മാർച്ച്, അതായത് 1986 മാർച്ച് 4-നാണ് പോളിസി എടുത്തത്. 2011 മാർച്ച് 4-നാണ് അതിൻ്റെ കാലാവധി തീർന്നു. अतः विनम्र निवेदन है कि उक्त पॉलिसी की रकम का भुगतान जल्दी करने का प्रबंध करें. അതുകൊണ്ട് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്
മേൽപ്പറഞ്ഞ പോളിസിയുടെ തുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താനുള്ള ഏർപ്പാട് ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ തുക കിട്ടുവാനായിട്ടുള്ള ഒരു ലെറ്ററാണിത് ഡിവിഷൻ മാനേജറുടെ പേർക്ക് എഴുതിയിട്ടുള്ളത്. ഭവതിയെ ശ്രീ സുന്ദർദാസ്. അപ്പോൾ ശ്രീ സുന്ദർദാസ് എന്ന് പറയുന്ന ആളാണ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാളുടെ 1 ലക്ഷം രൂപയുടെ തുകയ്ക്കുള്ള പോളിസിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാലാവധി തീർന്നു. ആ പൈസ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അല്ലെങ്കിൽ അതിനുള്ള ലെറ്ററാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ അഗ്നി ബീമാ സേ ഹാനി കി പൂർത്തി കെ ലിയെ പത്ര. ഇവിടെ അഗ്നി ബീമാസെ അതായത് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പേരിലാണത്. എല്ലാം കത്തി നശിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ലെറ്ററാണ്. അഗ്നി ബീമാസെ ഹാനി കി പൂർത്തി കെ ലിയെ പത്ര. ലക്ഷ്മി ടെക്സ്റ്റൈൽസ് കപ്പടം കാ തോക്ക് വിക്രേത, റൗണ്ട് നോർത്ത് തൃശ്ശൂർ. റൈറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേസും ഡേറ്റും വയ്ക്കാവുന്നതാണ്. അതാരാണ് പ്രേക്ഷക അവിടെ അയക്കുന്നത് ആരാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ട് നോർത്തിലെ ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ആണ് ഇൻഷുറൻസ് തുക കിട്ടാനായിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാനായിട്ട് ലെറ്റർ എഴുതുന്നത്. ഹോൾസെയിലറാണ്. കപ്പടം കാ തോക്ക് വിക്രേത. ഹോൾസെയിൽ ഡീലറാണ്. സേവാമേ ശ്രീ മാനേജർ ഭാരതീയ ബീമ കമ്പനി തൃശ്ശൂർ. ഇവിടെ 2 അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആരുടെ പേർക്കാണ് ലെറ്റർ എഴുതുന്നത് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഇൻഷുറൻസ് ബീമ കമ്പനിയുടെ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ പേർക്കാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. മാനേജറുടെ പേർക്കാണ്. ഭാരതീയ ബീമ കമ്പനി തൃശ്ശൂർ. വിഷയ് അഗ്നി ബീമ പോളിസി സംഖ്യ B4060. ഇപ്പോൾ പോളിസി നമ്പർ ഇൻഷുറൻസിൻ്റെ പോളിസി നമ്പറിൽ കൊടുത്തിട്ടുണ്ട് 4060 എന്നുള്ളതാണ് നമ്പർ. प्रिय महोदय, हमें ये सूचित करने में बड़ा खेद होता है कि हमने आपसे बीमा पत्र संख्या 4060 के अनुसार जिस टेक्सटाइल्स का अग्नि बीमा कराया था वह 7 सितंबर 2011 को आग लग जाने से पूरा जल गया है. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇൻഷുറൻസ് നമ്പർ പ്രകാരം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റൈൽ ലക്ഷ്മി ടെക്സ്റ്റൈൽസ് അവിടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2011 സെപ്റ്റംബർ 7 മുഴുവൻ കത്തി നശിച്ചു എന്ന് പറയാം. ടെക്സ്റ്റൈൽസ് മുഴുവൻ കത്തി നശിച്ചു. അതുകൊണ്ടത് അറിയിക്കാനായിട്ട് വളരെയധികം വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. इस टेक्सटाइल्स का अग्नि बीमा 1 वर्ष के लिए 20,000 रुपये का कराया था. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്തുനിന്ന് 1 വർഷം 20,000 രൂപ വെച്ച് ഇൻഷുറൻസ് അടച്ചിരുന്നു. അപ്പോൾ ടെക്സ്റ്റൈലിൻ്റെ ഇൻഷുറൻസ് ഉള്ളതാണ് ടെക്സ്റ്റൈലിന്. അത് ഓരോ വർഷവും 20,000 രൂപയൊക്കെ 20,000 രൂപ വെച്ച് ഇൻഷുറൻസിലേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ആഗ് ലഗ് ജാനെ കാ കാരണം അഭി തക് അജ്ഞാത് ഹേ. അപ്പോൾ തീ കത്താനുണ്ടായ അല്ലെങ്കിൽ തീ പിടിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. എന്തുകൊണ്ടാണത് തീ പിടിച്ചതെന്ന് അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. ഈ വിപത്തിക്ക് കാരണം ഹമേ 1,70,000 രൂപയേക്കാ നുക്സാൻ ഹുവാ ഹേ. ഇപ്പോൾ ഈ ഒരു ആപത്ത് കാരണം ഈ ഒരു സംഭവം തീ കത്തി നശിച്ച കാരണം 1,70,000 രൂപയുടെ
नुकसान हुआ है, नष्टം ഉണ്ടായിട്ടുണ്ട്. इसलिए आपसे प्रार्थना है कि इस रकम का भुगतान करने का प्रबंध करें. അതുകൊണ്ട് താങ്കളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ തുക പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരമായിട്ട് 1,70,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അയച്ചു തരാൻ അല്ലെങ്കിൽ അതിനെ ഭുക്താൻ കർണേക്ക പ്രബന്ധകരെ അത് എത്രയും പെട്ടെന്ന് പേ ചെയ്യാനായിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്തു നിന്നാണ് അവർ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു, അഗ്നി ബീമ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വർഷം തോറും 20,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോറൂം അത് കത്തി നശിച്ചിരിക്കുകയാണ്. നല്ല കാരണം എന്താണെന്നുകൂടാ, പക്ഷേ 1,70,000 രൂപയുടെ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുക എത്രയും പെട്ടെന്ന്, ഇൻഷുറൻസ് തുക എത്രയും പെട്ടെന്ന് കിട്ടുവാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മാനേജറോട് പറഞ്ഞിരിക്കുന്നത്. आशा है आप घटनास्थल का जांच तुरंत कराएंगे और भुगतान शीघ्र दिलाने की कृपा करेंगे. ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുകയാണ്, അതായത് സംഭവസ്ഥലം സന്ദർശിച്ചിട്ട് അത് എത്ര രൂപയുടെ നഷ്ടമുണ്ടായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സംഭവസ്ഥലം സന്ദർശിച്ചിട്ട് അല്ലെ അതിനെക്കുറിച്ച് ആ സ്ഥലം അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെ പരിശോധനയൊക്കെ നടത്തിയിട്ട് അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഭുക്താൻ ശീഘ്ര ദിലാനേക്ക് കൃപ കരയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് തുക കിട്ടുവാനുള്ള അല്ലെങ്കിൽ തരാനുള്ള ദയവുണ്ടാകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആപ്ക കൃതേ ലക്ഷ്മി ടെക്സ്റ്റൈൽസ് മാധവദാസ് വ്യവസ്ഥാപക്. ഇപ്പോൾ നമ്മുടെ സുനിർദ്ദേശോടെ ആപ്ക കൃതേ എന്ന് പറഞ്ഞാൽ ഫോർ വേണ്ടിക്കേലി ലക്ഷ്മി ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ട് മാനേജർ മാധവ് ദാസാണ് ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. ലെറ്റർ എഴുതാനുള്ള കാരണം അഗ്നി ബീമ സേ ഹാനിക്ക് പൂർത്തി കേലിയ പത്രമാണ്. ഇവിടെ നമ്മൾ എന്താണ് ഉണ്ടായത്, ആഗ് ലഗ് ജാനെ കെ കാരൻ പൂരാ ടെക്സ്റ്റൈൽസ് ജൽ ഗയാ ഹെ. ടെക്സ്റ്റൈൽ മുഴുവൻ കത്തിപ്പോയി. അതിപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം ഇൻഷുറൻസ് തുക അടച്ചുകൊണ്ടാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഇതാണ്, ഇൻഷുറൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്ററാണ്, 2 ലെറ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരിഭാഷിക് ശബ്ദാവലിയാണ്. കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. 1 തൊട്ട് 50 വരെയുള്ള വേർഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് എടുത്തിരുന്നു. അത് എന്താണ് പാരിഭാഷിക് ശബ്ദാവലി? പാരിഭാഷിക് ശബ്ദ ടെക്നിക്കൽ ടേംസ് 67ാമത്തെ പേജിൽ ആണ് വരുന്നത്. ज्ञान की किसी विशेष विधा या कार्य क्षेत्र में प्रयोग किए जाने वाले शब्दों की उनकी परिभाषा सहित सूची को पारिभाषिक शब्दावली या पारिभाषिक शब्दकोश कहलाती है. അതായത് ജ്ഞാൻ കി കിസി വിശേഷ വിധ, അതായത് അറിവിൻ്റെ നോളജിൻ്റെ ഒരു പ്രത്യേക ഒരു മേഖല അല്ലെങ്കിൽ ആ പ്രവർത്തന മേഖലയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അതിൻ്റെ പരിഭാഷ സഹിതം സൂചിപ്പിക്കുന്ന ആ ടെക്നിക്കൽ ടേംസിനെയാണ് നമ്മൾ പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഡിക്ഷണറി എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് കുറേ വേർഡ്സ് വന്നിട്ട് അതിൻ്റെ അതേ അർത്ഥത്തിലുള്ള ഹിന്ദി വേർഡ്സ്, ഇംഗ്ലീഷ് വന്നിട്ട് ഹിന്ദി വേർഡ്സും അതുപോലെ ഹിന്ദി വന്നിട്ട് ഇംഗ്ലീഷിലുള്ള വേർഡ്സും അതേ അർത്ഥത്തിൽ വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. उदाहरण के लिए गणित के अध्ययन में आने वाले शब्दों व उनकी परिभाषा को गणित की पारिभाषिक शब्दावली कहते हैं. ഉദാഹരണത്തിന് നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ അതിൽ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് പറയുന്നത് അതിന് നമ്മൾ ഗണിത് കി പാരിഭാഷിക ശബ്ദാവലി എന്ന് പറയുന്നത്. ഗണിതത്തിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് നമ്മളതിന് പറയുന്നുണ്ട്. पारिभाषिक शब्दों का प्रयोग जटिल विचारों की अभिव्यक्ति को सुचारू बनाता है. നമ്മൾ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളെയും വ്യക്തമാക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്കത് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്.
जटिल विचारों की अभिव्यक्ति को അത് കഠിന विचारों की अभिव्यक्ति को सुचारू बनाता है ഈസിയാക്കി തീർക്കുന്നു भौतिकी रसायन प्राणी विज्ञान वाणिज्य अर्थशास्त्र मनोविज्ञान भूगोल आदि विज्ञान के विभिन्न क्षेत्रों में इसका व्यवहार होता है ഇപ്പോൾ ഫിസിക്കലായിട്ട് കെമിക്കലായിട്ടുള്ളത് അതുപോലെ നമുക്ക് പറയാം സയൻറ്റിഫിക്കായിട്ടുള്ളത് കൊമേഴ്സ്യലായിട്ടുള്ളത് ഇക്കണോമിക്കലായിട്ടുള്ളത് സൈക്കോളജിക്കലായിട്ടുള്ളത് ജോഗ്രഫിക്കലി അങ്ങനെ തുടങ്ങിയ അറിവിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ സയൻസിൻ്റേതായിട്ടുള്ള ഓരോ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള പാരിഭാഷിക് ശബ്ദാവലി എന്നാണ് പറയുന്നത് ടെക്നിക്കൽ ടേംസ് അതിൽ നമുക്ക് 68ാമത്തെ പേജിൽ 1 തൊട്ട് 70ാമത്തെ പേജിൽ 50 വരെയുള്ള വേർഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രലൈസേഷൻ കേന്ദ്രീകൃത വരെയുള്ളത് ഒന്നാമത്തെ അബ്സ്ട്രാക്റ്റ് ആണ് ഉപസംക്ഷേപം കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും പരിഭാഷ ശബ്ദാവലിയിൽ അതുപോലെ അക്കാദമിക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ വിദ്യാസഭ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വീകൃതി എക്സലൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ദുർഘടന ബീമാപത്ര അക്കൗണ്ട് ലേഖ അക്കൗണ്ടൻ്റ് ലേഖാപാൽ അക്കൗണ്ടൻറ്റ് ജനറൽ മഹാലേഖാപാൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലേഖാ വിഭാഗ് എക്നോളജ്മെൻറ്റ് സ്വീകൃതി അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് അക്കൗണ്ടൻറ്റ് വരുന്നുണ്ട് അക്കൗണ്ടൻറ്റ് ജനറൽ വരുന്നുണ്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് അതുപോലെ ആക്ട് എന്ന് പറഞ്ഞാൽ അധിനിയം ആക്ഷൻ പറഞ്ഞാൽ കാര്യവാഹി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലൻ അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിരിക്ത് ഉപസചിവ് അഡ്ജോൺമെൻറ്റ് സ്ഥഗൻ അഡ്മിനിസ്ട്രേഷൻ പ്രശാസൻ അഡ്മിനിസ്ട്രേറ്റർ പ്രശാസക് അഡ്മിറൽ ജനറൽ മഹാനവ് സേനാപതി അഡ്വാൻസ് അഗ്രിംധൻ അഡ്വാൻസ് പേയ്മെൻറ്റ് അഗ്രിം ഭുക്താൻ അഡ്വൈസറി എന്ന് പറഞ്ഞാൽ സലഹക്കാർ അഗ്രിമെൻറ്റ് സംവിധ അലിഗേഷൻ അഭിയോഗ് അലോക്കേഷൻ ബണ്ട്വാര അലോട്ട്മെൻറ്റ് ബണ്ട്നി അലവൻസ് ബത്ത അമാൽഗമേഷൻ ഏകീകരൺ അമെൻമെൻറ്റ് സംശോധൻ എമൗണ്ട് ധനരാശി ആൻറ്റിസിപ്പേറ്ററി പ്രത്യാശിത് അപ്പോയിൻമെൻറ്റ് നിയുക്തി അപ്രൂവൽ അനുമോദൻ അസസ്മെൻറ്റ് കർനിർദ്ധാരൻ അസിസ്റ്റൻറ്റ് സഹായക് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ആൻഡ് ജനറൽ സഹായക് മഹാനിരീക്ഷക് बेनिफिट लाभ बिल हुंडी या बिल बोनाफाइड प्रामाणिक बॉन्ड प्रतिज्ञापत्र बोनस लाभांश बजट आय व्ययक कैबिनेट मंत्रिमंडल कैंसलेशन रद्दीकरण कैंडिडेट परीक्षार्थी कैपिटल पूंजी कैपिटलाइजेशन पूंजीकरण कैश बुक रॉकेट बही कैश ट्रांसैक्शन नकदी लेन देन कैशुअल लीव आकस्मिक अवकाश കോഷൻ മണി ജമാനത്ത് സെൻട്രലൈസേഷൻ കേന്ദ്രീകൃത് ഇങ്ങനെ 1 തൊട്ട് 50 വരെയുള്ള വേർഡ്സാണ് നമുക്ക് ടെക്നിക്കൽ ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ തന്നെ ഒരുപോലെ വരുന്നത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് ഹിന്ദിയിൽ എഴുതാനും ഹിന്ദി വേർഡ് തന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതാനും ചോദിക്കും അപ്പോൾ നമുക്ക് ഒരേപോലെ വരുന്നത് എയിൽ തുടങ്ങുന്ന കുറേ ഉണ്ട് നമുക്ക് അക്കൗണ്ടിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 എണ്ണം ആ ഒരു വിഭാഗത്തിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് അല്ല അഡ്വാൻസ് പേയ്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ എഗ്രിമെൻറ്റ് അലിഗേഷൻ അലോക്കേഷൻ അലോട്ട്മെൻറ്റ് അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബണ്ടിനെയാണ് ബണ്ട്വാര എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭമാണ് അതുപോലെ ബോണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞാപത്രമാണ് ബോണസ് എന്ന് പറഞ്ഞാൽ ലാഭാംശമാണ് ഇപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൂഞ്ചിയാണ് ക്യാപിറ്റലൈസേഷൻ ആകുമ്പോൾ അത് പൂഞ്ചീകരണം എന്നായിട്ട് മാറുന്നു ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ബഹിയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നക്കതി ലേൻ ദേൻ എന്നാണ് അതുപോലെ ക്യാഷ് ലീവും വരുന്നുണ്ട് ആകസ്മിക അവകാശം അപ്പോൾ അങ്ങനെ 50 വേർഡാണ് നമുക്ക്
പഠിക്കാനുള്ളത് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇംഗ്ലീഷും പഠിക്കണം, അതുപോലെ തന്നെ എൻ്റെ ഹിന്ദി വേർഡും പഠിക്കണം, തിരിച്ചും ചോദിക്കാവുന്നതാണ്. അടുത്ത് നമുക്കതിൽ വരുന്നത് ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷ് തന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്, പാരഗ്രാഫാണ് ചോദിക്കാറ്. അപ്പോൾ ട്രാൻസ്ലേഷൻ അനുവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക്ക് ഭാഷയ്ക്ക് പേജ് നമ്പർ 79 ആണ്, 79ാമത്തെ പേജിലാണ് അനുവാദം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏക്ക് ഭാഷയ്ക്ക് സാമഗ്രി കോ ദൂസരി ഭാഷ മേ രൂപാന്തർ കർണ ഹി അനുവാദ് ഹെ. അപ്പോൾ ഒരു ഭാഷയിലെ എന്താണോ പറയുന്നത് അതിനെ ദൂസരി ഭാഷാമേ രൂപാന്തർ കർണ, അത് വേറൊരു ഭാഷയിലേക്ക് നമ്മൾ മാറ്റി എഴുതുക എന്ന് പറയുന്നതാണ് ട്രാൻസ്ലേഷൻ. അനുവാദം എന്ന് പറയുന്നത് തർജ്ജമ, ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റി എഴുതുക. ബഹുത് ഹംനെ അപ്പനെ അപ്പനെ ടങ് സേ അനുവാദ് കി പരിഭാഷയും ദീ ഹെ. ഒരുപാട് ആളുകൾ അവനവൻ്റെ രീതിയിലുള്ള ട്രാൻസ്ലേഷൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. इनमें से हम समझ सकते हैं कि अनुवाद की प्रकृति के अनुसार इसके उद्देश्य भी विभिन्न है. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെ അനുവാദക്ക് പ്രകൃതിക്ക് അനുസരിച്ച്, അതായത് ട്രാൻസ്ലേഷൻ്റെ ആ നേച്ചറിനനുസരിച്ച് അതിൻ്റെ ഉദ്ദേശവും വ്യത്യസ്തമാണ്. ആജ്കൽ അനുവാദ് കാ മഹത്വ ഔർ ബി ബഡ് ഗയാ ഹെ. ഇന്ന് ട്രാൻസ്ലേഷൻ്റെ മഹത്വം വർദ്ധിച്ചിരിക്കുകയാണ്. अनुवाद को आज अनुसृजन के रूप में भी देख रहे हैं. അനുവാദം എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ വീണ്ടും എഴുതുക എന്നുള്ള രൂപത്തിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. इसलिए प्रतिभावान विद्यार्थी अनुवाद के जरिए शीघ्र ही रोजगार प्राप्त कर सकते हैं. അപ്പോൾ അങ്ങനെ അനുവാദം, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു സൃഷ്ടി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ മാധ്യമത്താൽ പെട്ടെന്ന് തന്നെ അവർക്ക് തൊഴിൽ നേടാനായിട്ട് സാധിക്കുന്ന പറയുന്നത്, ജോലി കിട്ടാനായിട്ട് എളുപ്പമെന്ന് പറയുന്നത്. इसके लिए अनुवाद का अभ्यास करना भी ज़रूरी है. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുക എന്ന് പറയുന്നത്, അത് നമ്മൾ ചെയ്ത് പരിശീലിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ के समस्त कार्यालयों में तथा देशीकृत बैंकों में भाषांतरण और लिखित अनुवाद की वजह से अनेक नौकरियों के दरवाजे खुल गए हैं. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളിലും നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ടൂടെ ഹിന്ദിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഫീസുകളിലും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളിലും, അതുപോലെ തന്നെ ദേശീയകൃത ബാങ്കോമേ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഭാഷാന്തരൻ അവർ ലിഖിത അനുവാദക്ക് വജസേ, അതായത് ഭാഷ മൊഴി മാറ്റിയ, അതെങ്കിൽ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ലിഖിത് അനുവാദക്ക് വജസേ, അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അനേക നൗകരിയോക്ക് ദർവാസെ ഖുൽ ഗേ ഹെ, ഒരുപാട് ജോലിക്കുള്ള വാതിലുകൾ അവിടെ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കോഴ്സ് നടക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചാലും നമുക്ക് ഇങ്ങനെ ബാങ്കുകളിലൊക്കെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഹിന്ദി ട്രാൻസ്ലേഷൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ജോലിക്കുള്ള വാതിലുകൾ ആ ഒരു മേഖലയിൽ തുറന്ന് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതഹ അനുവാദ് കാ മഹത്വ ആജ് ഹർ ജഗ് ദിഖായി ദേത്താ ഹെ. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്കിന്ന് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടി കോഴ്സ് തന്നെ ഉണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ട്രാൻസ്ലേഷൻ നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് പഠിക്കാനുള്ള ഒന്നാണ്. നമുക്ക് 79ാമത്തെ പേജ് തൊട്ട് നമുക്ക് ഇംഗ്ലീഷ് തന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറേ എണ്ണം എടുക്കുന്നുണ്ട്.
അതുകൂടാതെ നമുക്ക് ചെയ്തു നോക്കാനായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് പഠിച്ചാലാണ് അത് കാര്യമുള്ളൂ. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. ചെയ്താൽ തന്നെയാണ് നമുക്കത് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരെണ്ണം ഞാൻ വായിക്കാം. അതിൽ ദി താജ്മഹൽ ഈസ് വെരി ഫേമസ് ബിൽഡിംഗ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ്. It is situated at Agra on the right bank of the Yamuna. It was built by Shah Jahan. He built it in the memory of his dear wife Mumtaz Mahal. People come from far and wide to see this historical building. It is very pleasant to see it in the rainy season when the scenery on all sides is very beautiful. Hundreds of years have passed, but its beauty is the same as it was when it was built. അപ്പോൾ അങ്ങനെ ഒരു പാരഗ്രാഫ് നിങ്ങൾ ചെയ്ത് പ്രീ ഡിഗ്രി പ്ലസ് ടുവിനൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കാം. അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. താജ്മഹൽ एक अत्यंत प्रसिद्ध इमारत है. यह संसार के आश्चर्यों में से एक है. ये आगरा में यमुना नदी के दक्षिणी तट पर स्थित है. इसका निर्माण शाहजहां ने करवाया था. अपनी प्रिय पत्नी मुमताज़ महल की स्मृति में उन्होंने इसे बनवाया था. इसे ऐतिहासिक इमारत को देखने के लिए दूर दूर से लोग आते हैं. वर्षा ऋतु में जब चारों ओर के दृश्य अधिक सुंदर होते हैं तब इसे देखना अत्यंत आनंददायक होता है. सैकड़ों वर्ष बीत गए लेकिन इसका सौंदर्य वैसा ही है जैसा कि इसका निर्माण हुआ था. നമ്മൾ താജ്മഹലിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ താജ്മഹൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ സൗന്ദര്യം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കതിൽ കുറേ ട്രാൻസ്ലേഷൻ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. अनुवाद करते समय कुछ विशेष बातों का ध्यान रखना चाहिए. ट्रांसलेशन സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. अनुवाद में मूल शब्दों का अनुवाद भले ही ना हो पर मूल भावों का अनुवाद आवश्यक है. मुहावरों का अनुवाद जहाँ तक हो सके समानार्थी मुहावरों में करना उचित होगा. അതുപോലെ शब्द संयोजन और वाक्य रचना का क्रम भी മൂൽ വാക്യ ജൈസ ഹി ഹോ തോ അച്ഛാ ഹോഗ. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷന് വരുന്ന അടിസ്ഥാനപരമായിട്ട് വേർഡ്സൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും. അത് അതിൻ്റേതായിട്ടുള്ള ഭാവത്തോടു കൂടി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മുഹാവരകളൊക്കെ വരാവുന്നതാണ്. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള മുഹാവരകൾ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വാക്കുകൾ യോജിപ്പിക്കുന്നതായാലും വാക്യരചനയായാലും അത് ബേസിക്കായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അനുവാദ കിസ് ബാത് കാ ധ്യാൻ രഖ്ന ചാഹിയെ കി അനുവാദ് കിസി ബാത്ത് കി വ്യാഖ്യ നഹി ഹെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല. ഒരു സെൻറ്റൻസ് തന്നു അപ്പോൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്. ആ താജ്മഹലിനെ കുറിച്ചുകൊണ്ട് നമുക്ക് തന്നതിൻ്റെ മാത്രമാണ് ട്രാൻസ്ലേഷൻ ചെയ്യണ്ടോ, അല്ലാതെ കൂടുതൽ നമ്മളൊന്നും എഴുതി ചേർക്കേണ്ട ആവശ്യം അവിടെ വ്യാഖ്യാനങ്ങളൊന്നും നടത്തേണ്ട ഒരു കാര്യമില്ല. അനുവാദക്ക് മൂल रचना का अनुवाद मात्र करना चाहिए. उसमें कुछ घटाने बढ़ाने का अधिकार उसे नहीं होता. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യത്തെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടോ. അതിലൊന്നും കൂടുതലായിട്ടും കുറവായിട്ടും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ടും കുറയ്ക്കൊന്നും വേണ്ട. അതൊരു ട്രാൻസ്ലേറ്റർക്ക് അതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ട്രാൻസ്ലേഷൻ തർജ്ജമ നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് തന്നിട്ടുള്ളത് അത് മാത്രം നമ്മൾ ചെയ്യണ്ടോ. ഇനി കുറച്ച് കൂടുതൽ എഴുതാമെന്നോ അല്ലെങ്കിൽ എത്ര വേണ്ട കുറച്ച് കുറയ്ക്കാമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ചോദിച്ചത് അത് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാം. एक सफल अनुवाद के लिए स्रोत भाषा और लक्ष्य भाषा दोनों का सम्यक ज्ञान आवश्यक है. ഇനി നല്ലൊരു ട്രാൻസ്ലേറ്റർക്ക് നമ്മൾ സ്രോതഭാഷ ലക്ഷ്യഭാഷ, അതായത് ഏത് ഭാഷയാണ് നമ്മൾ കേൾക്കുന്ന ഭാഷയും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഭാഷയും രണ്ടിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്ന കാര്യം
അതിന് നമ്മൾ ഏതിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ആ രണ്ട് ഭാഷകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതാണ്. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ഒന്നും കൂട്ടും വേണ്ട കുറയ്ക്കും വേണ്ട എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ തന്നിട്ടുള്ളതല്ലെന്ന് കരുതിയിട്ട് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, കുറച്ച് കുറയ്ക്കാമെന്നും വിചാരിക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ കുറേ എണ്ണം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, കുറേ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ അനുവാദ് ഏവം പത്രവ്യവഹാർ എന്ന് പറയുന്ന ആ ബുക്കിൽ നമുക്ക് അനുവാദ് ഏവം വ്യവഹാരി പത്രവ്യവഹാർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഒരു കവിത എടുക്കുന്നുണ്ട്. നൗക വിഹാർ എന്ന പേരുള്ളൊരു കവിതയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.